നമസ്കാരം. ഇന്ത്യ കാത്തിരുന്ന ആ നിമിഷത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയായുള്ളത്. ആകാശഗംഗയെയും വിളിപ്പേരുള്ള ആക്സിയം 4 ദൗത്യത്തിലേറി വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല നാളെ വൈകിട്ട് 5:52 ബഹിരാകാശത്തേക്ക് പുറപ്പെടും. സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകത്തിൽ ശുഭാംശു ഉൾപ്പെടെ 4 യാത്രികരാണ് ഫ്ലോറിഡയിലെ ബഹിരാകാശ തറവാടായ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയരുക. 41 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തേക്ക് എത്തുന്നത്. പേടകത്തെ വഹിക്കുന്ന ഫാൽക്കൺ 9 റോക്കറ്റ് കെന്നഡി സ്പേസ് സെന്ററിലെ 39A ലോഞ്ച് പാഡിലേക്ക് എത്തിക്കഴിഞ്ഞു. യാത്ര തുടങ്ങിയ ശേഷം 11 രാത്രി 10 ബഹിരാകാശ നിലയുമായി പേടകം ബന്ധിക്കപ്പെടും. പിന്നീട് 14 ദിവസം ശുഭാംശുവും സംഘവും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ താമസിച്ച് വിവിധ പരീക്ഷണങ്ങളിൽ ഏർപ്പെടും. പ്രമേഹ ബാധിതർക്ക് ബഹിരാകാശം സന്ദർശിക്കാൻ അവസരമൊരുക്കുന്നതിനുള്ള ഗവേഷണങ്ങളും ഇതിൽപ്പെടും. നിലവിൽ പ്രമേഹ ബാധിതർക്ക് ബഹിരാകാശ യാത്രയ്ക്ക് വിലക്കുണ്ട്. പ്രമേഹം ബഹിരാകാശത്ത് നിയന്ത്രിക്കാൻ പാടാണെന്നാണ് കാരണം. പരിചയസമ്പന്നയായ പെക്കി വിറ്റീസ് ആണ് യാത്രയുടെ കമാൻഡർ. സ്ലാവോയിസ് വിസ്നീസിക്കി, ടിബോർ കാപ്പു എന്നീ 2 യാത്രികരും ഒപ്പമുണ്ട്. ശുഭാംശുവിന്റെ യാത്രയ്ക്കായി 550 കോടി രൂപയാണ് ഇന്ത്യ ചെലവഴിച്ചിരിക്കുന്നത്. കരുത്തുറ്റ ചിറകുകൾ 39 വയസ്സുകാരനായ ശുഭാംശു 2006-ലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. 2000 മണിക്കൂറിലധികം യുദ്ധവിമാനങ്ങൾ പറപ്പിച്ചുള്ള അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. സുഖോയ് 3, MiG-21, MiG-29, ജാഗ്വർ, ഹോക്ക്, സോണിയർ, AL-32 തുടങ്ങിയ വ്യത്യസ്തങ്ങളായ വിമാനങ്ങൾ ഇക്കൂട്ടത്തിൽപ്പെടും. ഇന്ത്യ സ്വന്തം നിലയ്ക്ക് ബഹിരാകാശത്തേക്ക് യാത്രികരെ അയക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട 4 യാത്രികരിൽ ഒരാളാണ് ശുഭാംശു. ആക്സിയം ദൗത്യത്തിന്റെ പൈലറ്റ് സ്ഥാനത്തും അദ്ദേഹമാണ്. അതേസമയം ISROയെ സംബന്ധിച്ച് വരുംകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ നിർണായകമാണ് ശുഭാംശു ശുക്ലയുടെ ISS സന്ദർശനം. 2035ഓടെ സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കാനും 2047ഓടെ ചന്ദ്രനിലേക്ക് ബഹിരാകാശ യാത്രികരെ അയക്കാനും ലക്ഷ്യമിടുന്ന ഇന്ത്യൻ മൈക്രോഗ്രാവിറ്റി ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബഹിരാകാശ നിലയത്തിൽ ശുഭാംശു ശുക്ല 7 ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തും. ഇന്ത്യൻ വ്യോമസേനയിൽ ടെസ്റ്റ് പൈലറ്റും ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ ശുഭാംശു ശുക്ല ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ മിഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ആളിൽ ഒരാളാണ്. അതിനാൽ രാജ്യം ഏറെ പ്രതീക്ഷയോടെയാണ് ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയെ നോക്കിക്കാണുന്നത്. വെബ് ഡെസ്ക് തത്വമൈ TV.